ഹായ് ഓൾ, KPS വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഇത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണുക. നിഷയോട് റോണിയേട്ടൻ പറയാണ്, നമുക്ക് ബൈക്കിൽ പോയാലോ? അപ്പോൾ അവൾ പറഞ്ഞു, അതെന്തിനാ, കാറ് പോരെ? അല്ല, അങ്ങനെയല്ല, ബൈക്കിലാകുമ്പം ഭർത്താവിനൊപ്പം ചേർന്ന് ഒട്ടിയിരുന്നിട്ട് പോകുന്നത് മിക്ക പെൺകുട്ടികൾക്കും ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. അവൾ പിന്നെ ഒന്നും ആലോചിച്ചില്ല, പിന്നെ കൊഞ്ചിക്ക് ഒഴിഞ്ഞുകൊണ്ട് പറയാണ്, എന്നാൽ പിന്നെ അങ്ങനെ മതി. അവൾ പോയി കഴിഞ്ഞപ്പോൾ മനു ചിന്തിക്കുകയാണ്, സരയൂനെ കെട്ടിയിട്ട് അബദ്ധം പറ്റിയതുപോലെ ഇനി ഇവിടെ പറ്റരുത്. കൃത്യമായിട്ട് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്തിട്ട് കൃത്യമായിട്ട് മുങ്ങേണ്ട സമയത്ത് മുങ്ങണം. പിന്നെ കാണിക്കുന്നത് കല്യാണിയെയും കിരണിനെയുമാണ്. രണ്ടുപേരും അമ്പലത്തിൽ വന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്. കിരൺ പറയാ, ദേവി, ആദ്യമായിട്ടാണ് എൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്നത്. ആ 4-5 ദിവസം പിടിച്ചു നിൽക്കാൻ എനിക്കും കല്യാണിക്കും കഴിയണേ. കല്യാണി ദേവിക്ക് മുമ്പിൽ കരയാണ്. അപ്പോൾ അവളുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ സമയത്ത് കിരൺ ചോദിക്കുകയാണ്, കല്യാണി, നീ കരഞ്ഞോ? ഏയ്, ദേവിയുടെ മുമ്പിൽ വന്നിട്ട് കുറച്ച് ദിവസമായില്ലേ, അതുകൊണ്ട് പെട്ടെന്ന് കണ്ണ് നിറഞ്ഞു പോയതാ. എന്നിട്ട് അവൾ ചോദിക്കുകയാണ്, ഞാൻ ഈ യാത്രയ്ക്ക് പോകണോ കിരണേട്ടാ? നമ്മൾ തീരുമാനിച്ച കാര്യം ഇനി മാറ്റിവെക്കാൻ പാടില്ല. അതിനെപ്പറ്റി ഇനി ഇതുപോലെ സംശയത്തോടെ സംസാരിക്കാനും പാടില്ല. അപ്പോഴാണ് പൂജാരി അങ്ങോട്ടേക്ക് വന്നത്. എന്നിട്ട് രണ്ടുപേരോട് ചോദിക്കുകയാണ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കല്യാണി ഡൽഹിയിലേക്ക് പോവാ. അവൾക്ക് നല്ല അംഗീകാരമൊക്കെ കിട്ടിയിട്ടുണ്ട്. പൂജാരി അറിഞ്ഞു കാണുമോ അറിയോ? എല്ലാം എനിക്കറിയാം, സന്തോഷത്തോടെ പോയിട്ട് വരൂ. അച്ഛൻ്റെ ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ അമ്മയും നല്ല സമാധാനത്തോടെ ജീവിക്കുക, നല്ല സ്വർഗത്തിലെന്ന പോലെ. മോളുടെ കാര്യമാണെങ്കിലോ നല്ലൊരു ജീവിതം കിട്ടുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. എന്നാൽ ഇതുപോലെ മോള് പടർന്ന് പന്തലിക്കും എന്നറിയില്ല. അത്രത്തോളം ദേവിയെ പ്രാർത്ഥിച്ചില്ലേ ഇവള്? കിരൺ പറയാ. പക്ഷേ എന്താ, അതിൻ്റെ ഫലം തന്നെയാണ് മോൾക്ക് കിട്ടിയിരിക്കുന്നത്. ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ പല കാര്യങ്ങളും മോളുടെ ജീവിതത്തിൽ നടന്നു കഴിഞ്ഞു. മോളുടെ സംസാരം ഉൾപ്പെടെ. ഇനി ഉയർച്ചയായിരിക്കും മോളെ. കാരണം ഈ ഭൂമിയിൽ ഒരു പെൺകുട്ടിയും അനുഭവിക്കാത്ത അത്രയും കഷ്ടപ്പാട് മോള് അനുഭവിച്ചു കഴിഞ്ഞു. അതിനുശേഷം ഒരു നേട്ടമുണ്ടായല്ലോ, ഇനി അത് ദൈവങ്ങൾ തിരിച്ചെടുക്കില്ല. അങ്ങനെ അവർ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ദക്ഷിണ പ്രസാദമൊക്കെ വാങ്ങി ദക്ഷിണ കൊടുക്കുകയാണ്. ശരി തിരുമേനി, ഞങ്ങൾ ഇടയ്ക്ക് വന്നോളാം. എന്നും വന്നാൽ സന്തോഷം. എനിക്ക് മാത്രമല്ല, അതിനേക്കാൾ ദേവിക്ക്. ശരി തിരുമേനി. ദേവിക്ക് മുമ്പിൽ വെച്ച് തന്നെ അവർ രണ്ടുപേരും പരസ്പരം പ്രസാദമൊക്കെ തൊട്ട് കൊടുത്ത് എന്നിട്ട് വരികയാണ്. പിന്നെ കാണിക്കുന്നത് അവരുടെ നിഷയെയും അവരുടെ ഹസ്ബൻഡ് റോണിയേട്ടനെയാണ്. അപ്പോൾ അവർ രണ്ടുപേരും വന്ന് ബൈക്കിൽ കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ റോണിയേട്ടൻ പറയുകയാണ് നിഷയോട്, മോളു അതിന് മാത്രം സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ലല്ലോ, എന്തിനാ വെറുതെ പൈസ കളയുന്നത്? നമ്മൾ ഇനിയും യാത്രയൊക്കെ പോകൂലേ, ആ സമയത്ത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിച്ചാൽ മതി. അതെ, യാത്ര പോകുമ്പോൾ അധികം ലഗേജ് ഇല്ലാതിരിക്കുന്നത് നല്ലത്. പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഡ്രസ്സ് കിട്ടുമല്ലോ. പിന്നെ ഇവിടുത്തെ പോലുള്ള ഡ്രസ്സൊന്നുമല്ലല്ലോ അവിടെയുള്ളവർ ധരിക്കുന്നത്. മോളുടെ കൾച്ചർ മൊത്തത്തിൽ അങ്ങ് മാറും അവിടെ ചെന്ന് കഴിഞ്ഞാൽ. ഞാൻ ഇന്ത്യയിൽ തന്നെ എല്ലായിടത്തൊന്നും പോയിട്ടില്ല. ആകെ പോയത് ചെന്നൈയിലും ബാംഗ്ലൂരും ബോംബെയിലും ഒക്കെയാണ്. അല്ലാതെ അധിക സ്ഥലത്തൊന്നും പോകാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല. എന്നാൽ ഇനി ലോകം ചുറ്റാനുള്ള ഭാഗ്യമാണ് വന്നിരിക്കുന്നത്. അമ്മ എപ്പോഴും പറയാറുണ്ട് അതെൻ്റെ മഹാഭാഗ്യമാണെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും വലിയ ഭാഗ്യമൊന്നുമല്ല മോളൂ. നല്ലൊരു ദാമ്പത്യം, പരസ്പര വിശ്വാസമുള്ള ആണും പെണ്ണും, അതാണ് ഒരാണിൻ്റെ മഹാഭാഗ്യം. ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത്. അപ്പോൾ കല്യാണിയും കിരണും ഒരല്പം മാറിയിട്ട് അവരെ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിരണിന് ഏകദേശം കാര്യം മനസ്സിലായിട്ട് പറയാണ്, അതാ മേഘനയുടെ അനിയത്തിയല്ലേ? കല്യാണിയോട് പറയാണ്. അപ്പോൾ കല്യാണി പറയാണ്, അതെ, കല്യാണം കഴിഞ്ഞതിന് ശേഷം ചുറ്റാനിറങ്ങിയതായിരിക്കും. പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട്. നമ്മളെങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ കിരൺ പറയാണ്, അവരുടെ പിന്നാലെ. അപ്പോൾ കല്യാണി, അതെന്തിനാ? അതൊക്കെ പറയാം, എന്തായാലും അവരെങ്ങോട്ടാണ് പോകുന്നത് നോക്കട്ടെ. അവർ ചിലപ്പോൾ അവരുടെ വീട്ടിലേക്കാണ് പോകുന്നതെങ്കിലോ? ആദ്യം നമുക്ക് നോക്കാം കല്യാണി. കിരണേട്ടൻ എന്തോ സംശയം വെച്ചാണല്ലോ സംസാരിക്കുന്നത്. 100%. അല്ലെങ്കിൽ അവരുടെ പിന്നാലെ പോകേണ്ട കാര്യം എന്താ? നമുക്ക് ഒരുപാട് ജോലിയുള്ളതല്ലേ, എന്നാലും നമുക്ക് ഒരു 1/4 മണിക്കൂർ മാറ്റി വെക്കാം. അവർ രണ്ടുപേരും ഒരിടത്ത് വണ്ടി നിർത്തി. അപ്പോൾ നിഷ പറയാണ്, ഹെൽമെറ്റ് അവിടെ വെച്ചിട്ട് പോകാം. അപ്പോൾ അവൻ പറയാണ്, ഹെൽമെറ്റ് നല്ല ക്വാളിറ്റിയുള്ള ഹെൽമെറ്റ് ആകുമ്പോൾ മിക്ക ആൾക്കാരും അത് മോഷ്ടിച്ചു കൊണ്ടുപോകും. അതുകൊണ്ട് നമുക്ക് എടുത്തിട്ട് പോകാം. അതുകൊണ്ട് നമ്മുടെ തല സംരക്ഷിക്കുന്ന ഈ കവചം നമ്മളെ തലയിൽ തന്നെ വെച്ചിട്ട് പോകുന്നതാണ് നല്ലത്.
നിഷ സമ്മതിച്ചു. എന്നിട്ട് പറയാണ്, ഇത് നല്ല റെസ്റ്റോറൻ്റ് ആണല്ലേ? നല്ല റെസ്റ്റോറൻറ്റിലല്ലേ ഞാൻ മോളുവിനെ കൊണ്ടുപോകൂ. ഇവിടെ ആകുമ്പോൾ മൊത്തത്തിലൊരു പ്രൈവസി ഉണ്ട്. കിരണിൻ്റെ കാറും വന്ന് അതേ റെസ്റ്റോറൻറ്റിൽ തന്നെ സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് കിരൺ കല്യാണിയോട് പറയാണ്, അവൻ ഹെൽമെറ്റ് മാറ്റുന്നില്ലല്ലോ. അപ്പോൾ കല്യാണി ചോദിക്കുക, നിഷയുടെ ഭർത്താവിനെ കാണാനാണോ നമ്മൾ പിന്നാലെ വന്നേ? നീ അവനെ ഒന്ന് ശരിക്കും നോക്ക്. ഇപ്പോഴെന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടോ? ഇനി എന്തായാലും ഇന്ന് നമ്മളെ സംശയം ക്ലിയറാക്കിയിട്ട് പോയാൽ മതി. അപ്പം നിഷ മനുവിനോട് പറയാണ്, എന്ന് വെച്ച് ഹെൽമെറ്റ് തലയിൽ വെച്ച് കൊണ്ടുപോകുന്നത് മോശമല്ലേ? തലയിൽ നിന്നെടുക്ക്. ഇതും വെച്ച് കൊണ്ടുപോകുന്നതിന് എന്ത് മോശം? മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. അതൊക്കെയാ ഞാൻ US-ലും UK ഒക്കെ ജീവിച്ചതിൻ്റെ ഗുണം. അവിടെയൊക്കെ ഒരാൾ മറ്റൊരാളെ ശ്രദ്ധിക്കൊന്നുമില്ല. ഇവിടെയൊക്കെ അങ്ങനെ എല്ലാവരും മറ്റുള്ളവരെ നോക്കുന്നത്. എന്നാൽ പിന്നെ നമുക്ക് പോയാലോ മോളൂ? വാ. കല്യാണിയും കിരണും കാറിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് കല്യാണി ചോദിക്കുകയാണ്, നമ്മുടെ സംശയം ശരിയായിരിക്കുമോ? അപ്പോൾ കിരൺ പറയാണ്, ഒരു 80% വിശ്വസിക്കാം, ശരിയായിരിക്കും. അങ്ങനെയെങ്കിൽ മേഘനയുടെ അനിയത്തിക്ക് ചെറിയ പണിയല്ല, വലിയ പണി തന്നെയാണ് കിട്ടാൻ പോകുന്നത്. ജീവിതത്തിൽ ആരെയും കരയിപ്പിക്കാൻ പാടില്ല. അങ്ങനെ കരയിപ്പിച്ചാൽ അതിന് കാരണക്കാരാവുന്നവർ പിഴ കൊടുക്കേണ്ടി വരും. അപ്പോൾ കല്യാണി പറയാണ്, സംശയം ഉറപ്പിച്ചിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞാൽ പോരെ? ഏതായാലും അവർ കൈയൊക്കെ കഴുകിയിട്ട് അവിടെ ഇരിക്കട്ടെ, ആ സമയത്ത് നമുക്ക് പോകാം. ഇതൊരു ഒഴിഞ്ഞ കോണിലെ ഹോട്ടലാണല്ലോ. അതെ അതെ, അതുകൊണ്ട് ഉറപ്പായിട്ടും നമ്മൾ അകത്ത് കയറി നമ്മളെ സംശയമൊക്കെ തീർത്തിട്ടേ പോകുന്നുള്ളൂ. നിഷയും മനുവും കൂടി അവിടെ ഇരിക്കുകയാണ്. അപ്പോഴാണ് മെനു കൊണ്ടുവന്നത്. അപ്പോൾ അവരോട് പറയാണ്, നിഷയോട് പറയാണ് മനു, ആവശ്യമുള്ളത് ഓർഡർ ചെയ്തോ. ഓർഡർ ചെയ്യാനൊന്നുമില്ല, റോണിയേട്ടനോടൊപ്പം കുറച്ച് സമയം ഇരിക്കണം, അത്രയേ ഉള്ളൂ. അങ്ങനെ ഇരിക്കാൻ നമ്മൾ കാമുകന്മാരല്ലല്ലോ. നമ്മളെ കല്യാണം അങ്ങോട്ട് കഴിഞ്ഞതല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ കാമുകന്മാരെ പോലെ തന്നെയാണ്. അപ്പോഴാണ് കല്യാണിയും കിരണും അങ്ങോട്ടേക്ക് വന്നത്. കിരൺ അവരെ തന്നെ ശ്രദ്ധിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെയാണ് മനു തിരിഞ്ഞു നോക്കുന്നത്. ആ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് കിരണിനെ തന്നെ കാണുകയും ചെയ്തു. മനു പിന്നെ ഷോക്കടിച്ചതുപോലെയായി. ഒരു മിനിറ്റ് മോളൂ, ഞാൻ ഒന്നുകൂടെ ഒന്ന് ബാത്റൂമിൽ പോയിട്ട് വരാം. അപ്പോൾ നിശ്ചയം ചോദിക്കാണ്, അതെന്താ? ഇപ്പോൾ പോയതല്ലേ ഉള്ളൂ. ഇപ്പോൾ പെട്ടെന്നൊരു അസ്വസ്ഥത പോലെ. പോയിട്ട് വരേ. മനു അവരെ കണ്ടതും പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. അവനും അവൾക്കും വരാൻ കണ്ടൊരു സമയം. എൻ്റെ ഉയിരെടുക്കാൻ നടക്കുന്ന രണ്ടെണ്ണ. ആര് കണ്ടാലും അവർ കാണാൻ പാടില്ല. നിഷ കയ്യിലിരിക്കുന്ന മെനു ഇങ്ങനെ മറിച്ച് നോക്കുവാണ്. അപ്പോൾ അതിന് സൈഡായിട്ട് തന്നെ കല്യാണിയും കിരണും വന്നിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ കിരൺ കല്യാണിയോട് പറയാണ്, എൻ്റെ സംശയം ശരി തന്നെയാണ്, അവൻ തന്നെയാണ് അവളോടൊപ്പം ഇരുന്നിട്ടുള്ളത്, നിഷയുടെ ഭർത്താവ്. എന്നിട്ട് അവൻ പറയാണ്, അവളുടെ അഹങ്കാരത്തിന് നല്ല പണി കിട്ടി. എന്നാലും വലിയ ചതിയാണല്ലോ അവൾക്ക് സംഭവിച്ചിരിക്കുന്നത്. അതുപോലൊരു ചതിയാണല്ലോ അവളുടെ ചേച്ചിയോടും ചെയ്തിരിക്കുന്നത്. നേരത്തെ മേഘന അവളുടെ വീട്ടിലേക്ക് പോയപ്പോൾ ആട്ടിപ്പായിച്ചിരുന്നില്ല എങ്കിൽ ഇങ്ങനെ ഒരബദ്ധം ഇവൾക്ക് സംഭവിക്കില്ലായിരുന്നു. പിന്നെ അനുഭവിക്കാനുള്ളത് അനുഭവിച്ച് തന്നെ തീരണം. അവൻ വാഷ്റൂമിലേക്ക് ഓടിയും തോന്നും. ഞാൻ അവനെ ഒന്ന് കാണട്ടെ. അവൻ വാഷ്റൂമിൽ നിന്നും ഇറങ്ങുന്നതും കാത്ത് കിരൺ അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അവൻ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ചുറ്റും നോക്കുകയാണ്. പെട്ടെന്നാണ് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. നീ എന്താടാ ഇതിനകത്ത്? അത് പിന്നെ ആരടാ അവിടെ ഇരിക്കുന്നത്? ആരുടെ കാര്യമാണ് കിരൺ സാർ ചോദിക്കുന്നത്? അവിടെ ഇരിക്കുന്നത് എൻ്റെ വീട്ടിൽ താമസിക്കുന്ന മേഘനയുടെ അനിയത്തി നിഷയാ. അവളും നീയും തമ്മിൽ എന്താ ബന്ധം? അത് പിന്നെ അവളുടെ കല്യാണം ഇപ്പോഴാണ് കഴിഞ്ഞത്. അവിടേക്ക് കല്യാണിയും മേഘനയും വന്നപ്പോൾ മുഖം മറച്ച കല്യാണച്ചക്കൻ വധുവിൻ്റെ അടുത്ത് വന്നിരുന്നത്. ആ വരൻ നീയാണോ? എടാ, ഞാനിപ്പോൾ ചോദിച്ചതിൻ്റെ സമാധാനം നീ പറഞ്ഞിട്ടില്ലെങ്കിൽ നിന്നെയും കൂട്ടിക്കൊണ്ടുപോയി അവളുടെ അരികിൽ വെച്ചായിരിക്കും ഞാൻ ബാക്കി കാര്യങ്ങൾ ചോദിക്കുന്നത്. കിരൺ സാർ, ഞാൻ ചൂണ്ടയിട്ടതല്ല, എന്നെ ഇങ്ങോട്ട് കയറി പ്രേമിച്ചതാ. ഞാനെല്ലാത്തിനും കൂട്ടുനിന്നേ ഉള്ളൂ. അതായത് അവളുടെ ഭർത്താവ് നീയാണല്ലേ? ആ സ്പോട്ടിൽ തന്നെ കിരണിൻ്റെ കയ്യിൽ നിന്ന് നന്നായിട്ട് മനുവിൻ്റെ ചെകിട്ടത്ത് കിട്ടി. നിൻ്റെ ഇപ്പോഴത്തെ ഭാര്യ ഉണ്ടല്ലോ സരയു, അവളെപ്പോലെ തന്നെ അഹങ്കാരിയാണ് നീ ഇപ്പോൾ കല്യാണം കഴിച്ച നിഷയും. അത് നിൻ്റെ ഭാഗ്യമാണെന്ന് കൂട്ടിക്കോ. അവൾക്കൊരു തിരിച്ചടി കിട്ടണമെന്ന് ഞാനും കല്യാണിയൊക്കെ ആഗ്രഹിച്ചതാ. എന്തായാലും ആ തിരിച്ചടി നീയാവും എന്ന് കരുതിയില്ല. അതുകൊണ്ട് മാത്രം നിൻ്റെ ഈ നാടകം ഞങ്ങൾ പൊളിക്കുന്നില്ല. അവൻ പിന്നെ 2 കൈയും വെച്ച് കൂപ്പുകയാണ്. അപ്പോൾ ആ കയ്യിലും കിട്ടി കിരണിൻ്റെ അടുത്തുനിന്ന് അടി. നീ എന്തിനാടാ തൊഴുന്നത്? നിന്നോട് ഞാൻ പല തവണ പറഞ്ഞതാ പാവപ്പെട്ട പെൺകുട്ടികളെ ചതിക്കരുത് എന്ന്. ഇപ്പം ഞാൻ ചതിക്കുന്ന കുട്ടികളെയാണ് കൂടുതൽ ചതിക്കുന്നത്.
ഈ നിഷ എന്ന് പറയുന്ന പെൺകുട്ടി അങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടാണോ നീ അവളെ കയറി പ്രേമിച്ചത്? ഞാൻ പറഞ്ഞല്ലോ, ഞാനല്ല അവളെ പ്രേമിച്ചത്, അവൾ എന്നെയാ. എടാ, നീ ഒന്നും പറയണ്ട. മേഘനയെ പോലും നീ വെറുതെ വിട്ടില്ല. നിനക്ക് ഓർമ്മയുണ്ടോ അതൊക്കെ? ഈ പരിപാടി നീ നിർത്തിക്കോ. പിന്നെ അവളെപ്പോലെ ഒരുത്തിക്ക് നിന്നെപ്പോലെ ഒരുത്തനെ തന്നെയാണ് കിട്ടേണ്ടത്. അത്രയ്ക്ക് സ്വന്തം ചേച്ചിയെ വേദനിപ്പിച്ച കൂട്ടത്തിലാണ് അവൾ. അതിന് ദൈവമായിട്ടൊരു മറുപടി കൊടുക്കണ്ടേ? എന്നാലും ഇതിനെയൊക്കെ എങ്ങനെയാണ് നീ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അല്ല, അന്ന് കല്യാണത്തിന് ബകാസുരൻ അവിടെ ഉണ്ടായിരുന്നില്ലേ? അയാളെയും കൂട്ടിയാണോ നീ പോയത്? അതെ. കൊള്ളാം. അയാൾ എന്ത് പറഞ്ഞാ വന്നത്? അയാൾ നിഷയുടെ അച്ഛൻ്റെ കൂട്ടുകാരാണല്ലോ, പിന്നെ എൻ്റെയും പരിചയക്കാരാണെന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോയതാ. ആ, നിന്നെപ്പോലെ തന്നെ എല്ലാ തരികിടയും പഠിച്ച ആളാ അയാളും. എങ്കിലും ഇത് ശരിക്കും ഗതികേട് തന്നെ. നിന്നെ നമിച്ചടാ. അപ്പോഴേക്കും അവിടെ 2 ജ്യൂസ് കൊണ്ടുവന്നപ്പോൾ കിരണും അവിടെ എത്തി. കിരൺ ഒരു വല്ലാത്ത രീതിയിൽ അവിടെ വന്നിരുന്നിട്ടാണുള്ളത്. അപ്പോൾ കല്യാണി പറയാണ്, ഞാൻ 2 ജ്യൂസ് പറഞ്ഞിരുന്നു. എന്തായി? ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട് അവൻ്റെ കരണത്ത്. അതിൻ്റെ പാടുമായിട്ട് വേണം ഇനി അവൻ അവളുടെ അടുത്ത് വരാൻ. അവൻ്റെ നെഞ്ച് നോക്കി 2 കൂടി കൊടുക്കാത്തത് എന്താ? അവനൊരു ഭാഗ്യമുണ്ടല്ലോ. ചില നേരത്ത് സ്വഭാവദോഷിയുള്ള പെൺകുട്ടികളെയാണല്ലോ അവനിക്ക് വിവാഹം കഴിക്കാൻ കിട്ടുന്നത്. കഴിക്ക് എന്ന് പറഞ്ഞ് കിരൺ ജ്യൂസ് കുടിക്കുകയാണ്. അവളോട് ഇത് പറയണ്ടേ? കല്യാണി ചോദിക്കുക. വേണ്ട, ഒരിക്കലും വേണ്ട. പക്ഷേ അവളെ നമുക്ക് കണ്ടിട്ട് പോയാൽ മതി. അവിടെയുള്ള സ്റ്റാഫുകളൊക്കെ ചോദിക്കുകയാണ്, സാറെന്താ ഇവിടെ? അത് വയറിന് നല്ല സുഖമില്ല, ഒന്നും കൂടി വാഷ്റൂമിലേക്ക് പോകേണ്ടി വരും. അതായത് മനുവിനോട് ചോദിക്കുകയാണ്. ഇവിടെ ബാക്കിൽ ഡോറുണ്ടോ? ഉണ്ട് സാർ. എന്തേ? ഓടാൻ? എന്തേ? അല്ല, വയറിന് തീരെ സുഖമില്ലാത്ത വന്നു കഴിഞ്ഞാൽ എനിക്ക് ഓടാൻ മുൻവശത്ത് കൂടി പോകാൻ പറ്റില്ലല്ലോ. ചിലപ്പോൾ ബാഗിൽ കൂടി പോകേണ്ടി വരും. അപ്പോൾ അയാൾ ചോദിക്കുകയാണ്, സാറിൻ്റെ വൈഫല്ലേ അവിടെ ഇരിക്കുന്നത്? ആ, അതെ അതെ അതെ. കിരണിൻ്റെ മുമ്പിൽ ആകെ ചമ്മി നാറിയിട്ട് അവനിക്ക് അകത്തേക്ക് വരാനും പറ്റുന്നില്ല. പ്രയാസപ്പെട്ട് വീണ്ടും വാഷ്റൂമിൻ്റെ സൈഡിൽ തന്നെ നിന്നിട്ടാണുള്ളത്. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ്. അതുവരേക്കും സീ യു ഓൾ.